എൻ്റെ 2 സുഹൃത്തുക്കൾ, വൈദികർ, ജർമ്മനിയുടെ ഒരു ഭാഗത്ത് ജോലി ചെയ്യുന്നവർ, അവർ ഈ വർഷം ഒരു പ്രത്യേക കാര്യം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അവർ ഈ ഒരു വർഷം മുഴുവനും അവരുടെ ഇടവകയിലെ ജനങ്ങളെ സന്ദർശിക്കുവാനും വീടുകൾ ആശീർവദിക്കുവാനും പദ്ധതിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത് വലിയ കാര്യമല്ലെങ്കിലും ഇവിടെ അത് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ആദ്യമൊക്കെ ഒരു ആശ്ചര്യമായിരുന്നു. എന്നാൽ സാവധാനം അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇവരെ സ്വീകരിക്കുന്ന ഒരു രീതിയായിട്ട് മാറി. ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഇവിടെ അങ്ങനെ ഒരു രീതിയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, ആരെങ്കിലും നമ്മോട് അത് ആവശ്യപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലും നമ്മെ ക്ഷണിക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും. ഭവന സന്ദർശനം എന്നുള്ളത് പക്ഷേ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മനുഷ്യരെ കൂടുതൽ അറിയുവാനായിട്ട്, കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് അത് സഹായിക്കുന്നു. ഓരോ സന്ദർശനത്തിന് ശേഷവും ആ വ്യക്തികൾ എങ്ങനെ ജീവിക്കുന്നു, എവിടെ ജീവിക്കുന്നു, അവരുടെ ചില അവസ്ഥകൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വളരെ ചുരുങ്ങിയ സമയമാണെങ്കിൽ തന്നെയും അതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ മനസ്സിലാക്കുന്നതിൽ ഒത്തിരി നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പലർക്കും അതുവഴി ഒത്തിരി സന്തോഷം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ക്ഷണങ്ങൾ സ്വീകരിക്കുവാനായിട്ട് വീടുകളിൽ പോകുവാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു സന്ദർശനത്തിൻ്റെ വിവരണമാണ് നമ്മൾ കേൾക്കുന്നത്. മറിയം എലിസബത്തിനെയും സക്കറിയാസിനെയും സന്ദർശിക്കുകയാണ്. എലിസബത്ത് സഹായം ആവശ്യമുള്ള അവസ്ഥയിലാണ്. വൈകിയ ആ പ്രായത്തിൽ അവൾ ഗർഭിണിയായിരിക്കുന്നു. സക്കറിയാസിന് തീർച്ചയായിട്ടും അവളെ സഹായിക്കുന്നതിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യർ സഹായം ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ അല്പം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. ഇത്രയും വൈകി ഗർഭം ധരിച്ചതിൻ്റെ പേരിൽ മിക്കവാറും പലരും അവളെ കളിയാക്കിയിട്ടുണ്ടാകാം. സക്കറിയാസ് ആകട്ടെ അതിലും പ്രശ്നം പിടിച്ച ഒരവസ്ഥയിലാണ്. പുരോഹിതനായിട്ട് സക്കറിയാസിൻ്റെ ഗണത്തിലുള്ളവർക്ക് ലഭിച്ച ഊഴമനുസരിച്ച് ജെറുസലേം ദേവാലയത്തിലെ അവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിയ ശേഷം അയാൾ മടങ്ങി വന്നിരിക്കുക. ഒത്തിരി സന്തോഷത്തോടു കൂടിയായിരിക്കണം അയാൾ അങ്ങോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ വരുമ്പോൾ അയാൾ വേറൊരു രീതിയിലാണ് വരുന്നത്. നിശബ്ദനായിട്ട്, സംസാരിക്കുവാനാകാതെ ചിന്താകുലനായിട്ട്. ഇനി അയാൾ കുറച്ച് നാൾ ഇങ്ങനെ നിശബ്ദനായിട്ട് ഇരിക്കേണ്ടതുണ്ട്, ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുന്നത് വരെ. കാരണം അയാൾ ദൈവത്തിൽ അവിശ്വസിച്ചു. ഈ ഒരു അവസ്ഥയിലാണ് മറിയം ഇവരെ സന്ദർശിക്കുന്നത്. മറിയത്തിൻ്റെ ആ സന്ദർശനം, ആ സാമീപ്യം, അത് മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന മാത്രമായിരുന്നില്ല. അതിലൂടെ അവൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയാണ് ആ മനുഷ്യർക്ക് നൽകുന്നത്. അത് എലിസബത്തും സക്കറിയാസും അറിഞ്ഞു. ഒപ്പം എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ആ ശിശുവും ഈ അനുഗ്രഹം സ്വീകരിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. മറിയത്തെ പോലെ ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് നമുക്ക് ഇന്ന് ആവശ്യം. കാരണം ഒത്തിരി പേര് അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും ഇടയിൽ വിശ്വാസം നഷ്ടപ്പെട്ട്, ശക്തി നഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. മറിയത്തെ പോലെയുള്ള മനുഷ്യർ അവരുടെ സാമീപ്യം വഴി, അവരുടെ കരുതൽ വഴി മനുഷ്യർക്ക് വീണ്ടും തണലും താങ്ങുമാകുന്നു. അവരെ വിശ്വാസത്തിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ച് പിടിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒരു അനുഗ്രഹമാണ്. ഇനി ഈ അനുഭവത്തിൻ്റെ അവസാനം സക്കറിയാസിനെ പോലെ ദൈവത്തെ പ്രകീർത്തിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ഈ അനുഭവത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ എന്നുള്ള പേരാണ് സ്വീകരിച്ചത്. അതെ, നമ്മോട് ഒപ്പം ആയിരിക്കുവാനായിട്ടാണ് അവൻ കടന്നു വരുന്നത്. നമ്മുടെ കൂടിക്കാഴ്ചകൾ, നമ്മുടെ സന്ദർശനങ്ങൾ
മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നതാണോ? കരുത്ത് നൽകുന്നതാണോ? അതുവഴി നമ്മുടെ ബന്ധങ്ങളെ, വിശ്വാസത്തെ ഒക്കെ ശക്തിപ്പെടുത്തുവാനായിട്ട് അതിന് സാധിക്കുന്നുണ്ടോ? ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാലാണോ നമ്മൾ നയിക്കപ്പെടുന്നത്, നമ്മൾ സഞ്ചരിക്കുന്നത്? കാണപ്പെടുന്നവർക്കും നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറമുള്ളവർക്കും നമ്മുടെ വാക്കുകളും നമ്മുടെ സാമീപ്യവും അനുഗ്രഹമാവുന്നുണ്ടോ? എലിസബത്തിന്, സക്കറിയാസിന് എന്ന പോലെ, അതുപോലെ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശുവിനെന്ന പോലെ, പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയാകുവാനായിട്ട്, അനുഗ്രഹമാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.